പാലക്കാട് 8 വയസ്സുകാരന് നേരെ തെരുവുനായയുടെ ആക്രമണം. പാലക്കാട് കൽമണ്ഡപത്താണ് 8 വയസ്സുകാരന് തെരുവുനായയുടെ കടിയേറ്റത്. പ്രതിഭാനഗർ സ്വദേശി അൻവറിന്റെ മകൻ മുഹമ്മദ് സിനാനാണ് നായയുടെ കടിയേറ്റത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്കാണ് സംഭവം. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയെ തെരുവുനായ്ക്കൾ ആക്രമിക്കുകയായിരുന്നു. തെരുവുനായകൾ ആക്രമിക്കുകയായിരുന്നു. 4 നായകൾ ഒരുമിച്ചാണ് കുട്ടിയെ ആക്രമിച്ചത്. കുട്ടിയുടെ കരച്ചിൽ കേട്ടെത്തിയ സമീപവാസിയായ സ്ത്രീയാണ് കുട്ടിക്ക് രക്ഷയായത്. കുട്ടിയുടെ തുടയിലാണ് കൂടുതൽ പരിക്ക്. പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷിയാസ്. ഇന്നലെ 4 മണിക്ക് കുട്ടി മുറ്റത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന 4 നായ്ക്കൾ വന്നിട്ട് കടിച്ച് ചീന്തി കുട്ടീനെ കണ്ടു. തൊട്ടകൂട്ടത്ത് ചേച്ചി കണ്ടുപോകുന്നതും കുട്ടി രക്ഷപ്പെട്ടത്. ഇല്ലാതാണ് കടിച്ച് ചീന്തി അറിയിക്കണം. പക്ഷേ ABC സംവിധാനം ശക്തിപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ ABC കൊണ്ട് നായ ഇല്ലാതായി തീരുന്നു. അവനെ ബന്ധീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ ഞാൻ കേരളത്തിലെ പഞ്ചായത്ത് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. റെസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് ഒരു സംഘടനയുണ്ട്, KGPA. ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഞങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ആക്രമണകാരികളായിട്ടുള്ള നായ്ക്കളെ കൊല്ലുവാനുള്ള അധികാരം, ഇല്ലാതാക്കാനുള്ള അധികാരം നൽകണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിറയെ മൃഗസ്നേഹി സംഘടനകൾ നിലവിലുള്ള ആ ഹർജിയിൽ കക്ഷി ചേർന്നു. UP ഗവൺമെൻറ് കൊടുത്ത ഒരു ഹർജിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോട് അവരും ഇത് തന്നെ പ്രേ ചെയ്തു. ഞങ്ങൾക്ക് അക്രമകാരികളായിട്ടുള്ള ഇതിനെ കൊല്ലണം, അധികാരം തരണം. അന്ന് സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ ഈ അധികാരം ഉപയോഗിച്ച് ഈ സ്പീഷീസിനെ ഇല്ലാതാക്കും, എല്ലാ അക്രമകാരികളാകും എന്ന് പറഞ്ഞ് ഉള്ള ഒരു വിധി അന്നുണ്ടായിരുന്നു. എന്തായാലും അതിനെതിരെയുള്ള ഇതുണ്ട്. ഞങ്ങളതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി ABC സമ്പ്രദായം കൂട്ടണം. കൂടുതൽ സ്ഥലത്ത് ABC ചെയ്യാനുള്ള സംവിധാനം ചെയ്യണം. അതുപോലെ ഇതിനെ ഷെൽട്ടറിങ് ചില യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത്തരം സാധനങ്ങളെ ഷെൽട്ടർ ചെയ്യുന്നുണ്ട്. ഷെൽട്ടർ ചെയ്യുന്ന സംവിധാനവും കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഈ കുഞ്ഞിനുണ്ടായത്. കുഞ്ഞിനല്ലെങ്കിൽ തന്നെ സുഖമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 2 ദിവസത്തിന് മുമ്പ് മലമ്പുഴ പോയി അവർ വീഴുകയും ചെയ്തു. ദൗർഭാഗ്യകരമായ സംഭവമാണ്. പഞ്ചായത്തിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത് ബോർഡും സെക്രട്ടറിയുമായിട്ട് ആലോചിച്ചിട്ട് നമ്മൾ തീരുമാനിക്കും.